കാളൻ്റെ മേത്തേ ഈച്ചനെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. തൊഴുത്തിലാണെങ്കിൽ പറയും വേണ്ട. ഈ എൻ്റെ ഉപ്പാനോട് ചോദിച്ചിട്ടേ എന്താ ചെയ്യേണ്ടതെന്ന് ഒന്ന് പറഞ്ഞു തരുമോ ചോദിച്ചു. അപ്പോൾ പിന്നെ ഉപ്പ ചെയ്യുന്ന ആ ഒരു രീതി നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പരിപാടി സിമ്പിളാണ്, ഓർഗാനിക്കാണ് കേട്ടോ. കെരാറ്റിന് നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ അതെന്നും ഉപയോഗിക്കുന്നത് നല്ലതല്ല, കെമിക്കലല്ലേ. ഒന്നുമില്ല, ഇതെങ്ങനെയാണോ കുറച്ച് കഴിച്ചനേപ്പിൻ്റെ ഇല അല്ലേ, ആര്യവേപ്പിൻ്റെ ഇല, അത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഒന്ന് ലൂസാക്കുക. എന്നിട്ട് അതിക്ക് 2 സ്പൂൺ നാടൻ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, പിന്നെ 1 സ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്. വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് പിന്നെ ചേർക്കുന്നത് കർപ്പൂരാണ് കേട്ടോ. 6 കർപ്പൂരം നമ്മൾ ചേർക്കുന്നുണ്ട്. വൈദ്യര കടയിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ടാവും. ഏതായാലും അതും കൂടെ നന്നായിട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. വെളിച്ചെണ്ണ ചേർത്തുകൊണ്ട് കുറേ സമയം ഇങ്ങനെ ഇളക്കണം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. ഞാൻ ഉപ്പാനോട് ചോദിച്ചതാ, മിക്സിയിലൊക്കെ അരച്ചതല്ലേ, ഇനിയിപ്പോൾ ഇതൊന്ന് അരിച്ചൊക്കെ എടുക്കണമെന്ന് ചോദിച്ചാൽ. അപ്പോൾ ഈ കണ്ടോ നോക്കിക്കോ എന്ന് പറഞ്ഞു ഉപ്പ എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു മുണ്ടിലൊഴിച്ച് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ നന്നായിട്ട് വേസ്റ്റ് കിട്ടുന്നുണ്ട്. ആ ആര്യവേപ്പിൻ്റെ ഇലയല്ലേ, അതിൻ്റെ ആ ഒരു ചണ്ടി നല്ലോണം കിട്ടുന്നുണ്ട് കേട്ടോ. അത് മാറ്റി നമുക്ക് വേണ്ടത് ഈ ഒരു സാധനം, ഈ ഒരു പച്ച കളറിലുള്ള സാധനം കേട്ടോ. ഇനി നമുക്ക് ഒരു ബോട്ടിലേക്ക് ഇത് മാറ്റി, ഇന്നലത്തെ ആ ഒരു ബോട്ടിലേക്ക് തന്നെ കേട്ടോ ഒഴിക്കുന്നത്. ഇതിനായിട്ടൊരു ബോട്ടിൽ മാറ്റി വെക്കാവും നല്ലത് കേട്ടോ. പിന്നെ ഒരു സാധനം വേണം, അത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത് ഈ സാധനം. അതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. സ്പ്രേ ചെയ്യുന്ന ആ സാധനമാണ്. അതെന്തായാലും ഇതിനായിട്ടൊന്ന് മാറ്റി വെക്കുന്നതാവും നല്ലത്. ബോട്ടിൽ നമുക്ക് 7-Upൻ്റെ വെബ്സിൻ്റെ ഏതിൻ്റെ ആയാലും കുഴപ്പമില്ല, നല്ലൊരു ബോട്ടിലായാൽ മതി. പിന്നെ ഈ ഒരു സാധനം വെച്ചിട്ട് നന്നായിട്ടൊന്ന് മുറുക്കി അടക്കണം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സാക്കും കൂടെ വേണം. വെളിച്ചെണ്ണ ആയതുകൊണ്ടേ അതിങ്ങനെ വേറിട്ട് തട്ടായിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്യണം പറയുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ കാളൻ്റെ ആണെങ്കിലും മൂരിൻ്റെ ആണെങ്കിലും ഒക്കെ മേലെ കൂടെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. കെരാറ്റിന് നല്ലൊരു ഓപ്ഷൻ ആണെങ്കിലും അത് കെമിക്കലല്ലേ, ഇത് 100% ഓർഗാനിക് ആയതുകൊണ്ട് ഒരു പ്രശ്നമല്ല. എല്ലാ ഭാഗത്തും അടിച്ചു കൊടുത്താൽ ഒരു ദിവസത്തെ ലൈഫ്, സത്യം പറയാലോ, വെറുതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഒരു ദിവസത്തിന് ഈച്ച വരാതിരിക്കാൻ ഇത് മതി. അപ്പോൾ എന്നും ഇത് ചെയ്താൽ ഈച്ചൻ്റെ ശല്യം ഒരു പരിധി വരെ നിയന്ത്രിക്കാം.